ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് നമ്മളുടെ അടുത്തൊരു ക്രോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ചുകൾ പഠിച്ചു. ആദ്യം നമ്മളൊരു സിംഗിൾ ക്രോഷ്യോ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്ന സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ ഓരോ സ്റ്റിച്ച് പഠിപ്പിക്കുമ്പോഴും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരോ പ്രൊജക്റ്റുകളും കൂടി അതിൻ്റെ ഒപ്പം പഠിപ്പിക്കുന്നുണ്ട്. അത് എന്തിനാണ് അങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ സ്റ്റിച്ച് പഠിച്ചു പോകുമ്പോഴും നിങ്ങൾ ഓരോ പ്രൊജക്റ്റുകളും കൂടി അതിൻ്റെ ഒപ്പം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. ഓരോ പ്രൊജക്റ്റുകളും കൂടി അതിൻ്റെ ഒപ്പം ചെയ്തു പോകുമ്പം നിങ്ങൾക്കത് ഓരോ സാധനങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ കിട്ടുമ്പോൾ അത് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പ്രൊജക്റ്റുകളും കൂടി അതിൻ്റെ ഒപ്പം ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്ത് പഠിക്കുമ്പം ആ സ്റ്റിച്ച് പഠിക്കുന്നതിൻ്റെ ഒപ്പം നമ്മളൊരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതാണ് ഈ കോസ്റ്റർ. അപ്പോൾ ആദ്യം നമ്മൾ സിംഗിൾ ക്രോഷ്യോ പഠിച്ചപ്പോൾ നമ്മളൊരു കോസ്റ്റർ തന്നെയാണ് പഠിച്ചത്. അതിൻ്റെ കൂടെ ഒരു ബോർഡറും കൂടി നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലൂപ്പ് പോലെ ഒരു ബോർഡർ ഇടാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ലൂപ്പ് പോലെയുള്ള ബോർഡർ നമുക്ക് കോസ്റ്ററിന് മാത്രമല്ല, നമുക്ക് ഏത് പ്രൊജക്റ്റിന് വേണമെങ്കിലും നമുക്ക് ഇടാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ റണ്ണർ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ത്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടാം. അല്ല ഏത് പ്രൊജക്റ്റിന് വേണമെങ്കിലും, നമുക്കിപ്പോൾ ഒരു ഷോള് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ആഡ് ചെയ്യാം. എവിടെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ എഡ്ജസിൽ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം രണ്ട് വർക്കുകളാണ് അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞു തന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ കോസ്റ്ററിലും ഞാൻ പഠിപ്പിക്കുന്നത്. ഈ ഡബിൾ ക്രോഷ്യോ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ എഡ്ജിലും ഒരു വർക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ലേസിൻ്റെ ബോർഡർ ചെയ്യുന്നത് പോലെയുള്ള ഒരു വർക്കാണ്. ഒരു ചെറിയ ലേസ് വർക്ക് പോലെയുള്ളൊരു എഡ്ജ് വർക്ക് കൂടി ഇതിൻ്റെ ഒപ്പം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ രണ്ട് ടൈപ്പിൽ ഡബിൾ ക്രോഷ്യോ ചെയ്ത് നമുക്കിങ്ങനെ ലെയറായിട്ട് ചെയ്തു പോകുന്ന വർക്കും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹോബി സ്റ്റോറിൻ്റെ 100% അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. 5mm നീഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്, ത്രെഡ് യൂസ് ചെയ്യുമ്പം അതിൽ നീഡിൽ സജസ്റ്റ് ചെയ്യാറുണ്ടോ അവർ എന്നുള്ളത്. കറക്റ്റായിട്ട് നീഡിൽ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിലേത് നീഡിലാണ് എടുക്കേണ്ടതെന്നുള്ളത് അവരതിനകത്ത് കൊടുക്കാറുണ്ട്. 4.5mm തൊട്ട് 5.5mm വരെയുള്ള നീഡിൽ ഇതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഈ 3 നീഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ലൂസായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ നീഡിൽ വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ ത്രെഡും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് ചെറിയ ത്രെഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവേ. നമുക്ക് ഡബിൾ ക്രോഷ്യോ ചെയ്യാനായിട്ട് തുടങ്ങാം. ഡബിൾ ക്രോഷ്യോ ചെയ്യാനായിട്ട് സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടുന്നത്. എന്നിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 14 ചെയിൻ ആദ്യം ഇടണം. 1 2 3 ചെയിൻ ചെയ്യുന്നത് യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ. ഇങ്ങനെയാണ് ചെയിൻ കൗണ്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 6എണ്ണമായി. ഇപ്പം 7 8 9 10 11 12 13 14 1
2 3 4 5 6 7 8 9 10 11 12 13 14 14 ചെയിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി +3 ആണ് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്യുമ്പം എപ്പോഴും ഇവിടെ ടേണിങ് ചെയിൻ ആയിട്ട് വരുന്നത് +3 ചെയിൻസ് ആണ് വരുന്നത്. ചില ആൾക്കാർ +2 ചെയിൻസ് ആണ് ചെയ്യാറുള്ളത്. ഞാൻ എപ്പോഴും മുകളിലോട്ട് ചെയ്തു പോകാനായിട്ട് +3 ചെയിൻസ് ആണ് എപ്പോഴും ഇട്ട് കൊടുക്കാറുള്ളത്. +3 ചെയിൻ, +3 ചെയ്തു. 14 ചെയിൻ ചെയ്തതിൻ്റെ അവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യോ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. യാൺ ഓവർ ഈ 14ാമത്തെ ചെയിൻ്റെ ഈ ബാക്കിലെ ഈ ലൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. 14ാമത്തെ ചെയിൻ്റെ ബാക്കിലെ ലൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കും, കണ്ടോ? എന്നിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം നമ്മൾ വലിച്ചെടുക്കും. അത് കഴിഞ്ഞ് ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് പിന്നത്തെ 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കും. ഇതാണ് ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിട്ട ആ 3 ടേണിങ് ചെയിൻ. ഇത് നമ്മളുടെ ഒരു ഡബിൾ ക്രോഷ്യോയുടെ ഇതിന് ഈക്വൽ ആണ്, അതായത് ഇതിന്റെ ഒരു ലെങ്ത്തിന് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മൾ ചെയ്ത ആദ്യത്തെ ഡബിൾ ക്രോഷ്യോ. ഇത് ഞാൻ മാർക്കർ വെച്ച് ഞാൻ മാർക്ക് ചെയ്യുവാണ്, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളിട്ട 14 ചെയിൻ. അതിലാദ്യത്തതിൽ ഞാൻ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നു ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാവേ. ഒരു യാൺ ഓവർ ചെയ്തു. എന്നിട്ട് ഈ ബാക്കിലെ ലൂപ്പിൽ നമ്മൾ കയറ്റി. ഈ ലൂപ്പിനെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വലിച്ചു. അപ്പം നമ്മളുടെ ഈ ഇതിൽ 3 ലൂപ്പ് കിട്ടി നമുക്ക്. ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വലിക്കും. പിന്നെ ഒന്നും കൂടി നമ്മളെടുത്ത് ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കും. ഇതാണ് ഡബിൾ ക്രോഷ്യോ. കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് 1-2 കമൻസും മെയിലിലൊക്കെ വന്നിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ബാക്കിലെ ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പിൽ കൂടെ എടുക്കുന്നതിൻ്റെ ഡിഫറൻസും ഈ ഫ്രണ്ടിലെ ഈ ലൂപ്പിൽ കൂടെ എടുക്കുന്നതിൻ്റെ ഡിഫറൻസും എന്താണ് എന്നുള്ളത് കേട്ടോ. അതിനുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒരു കോസ്ട്രോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്കത് ഡിഫറൻസ്. ഇപ്പൊ ഈ കോസ്റ്റർ എടുത്തു കഴിയുമ്പോഴുണ്ടല്ലോ, നമുക്കിപ്പോൾ എന്തിൻ്റെ ആണെങ്കിലും നമ്മൾ ഈ സ്റ്റിച്ചുകൾ നമ്മൾ ഈ എഡ്ജ് ആണെങ്കിലും നമുക്ക് ഇത് നമ്മൾ ഇങ്ങനെ ലെയർ ആയിട്ട് നമ്മൾ ഈ ലെയർ ആയിട്ട് നമ്മൾ ചെയ്തു വന്ന് ഈ അറ്റം എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈ അറ്റത്ത് നമ്മൾ ഇതുപോലെയുള്ള വി എന്ന് പറയുന്ന ഒരു എഡ്ജാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ വി പോലെയുള്ള ഒരു എഡ്ജാണ് നമുക്ക് ഇവിടെ ഈ അറ്റത്ത് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ തുടങ്ങിയ സ്റ്റാർട്ടിങ് എഡ്ജും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ പുറകിലുള്ള ഇതിൽ വേണം ചെയ്തു തുടങ്ങാനായിട്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പം ഈ ബാക്കിലെ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് ഈ ലൂപ്പിൽ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്, സ്റ്റാർട്ടിങ് ചെയ്തു പോകാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇതിൽ സ്റ്റാർട്ടിങ് ചെയ്യാൻ തുടക്കത്തിൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട്, തുടക്കക്കാർക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ അതങ്ങനെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ വർക്കുകൾ കുറച്ചും കൂടി നീറ്റായിരിക്കും. നമുക്ക് എൻഡ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു വി ആണ് വരിക. അപ്പം ഇതുപോലെയുള്ള
എൻഡുകളിൽ നമ്മൾ ഇതുപോലെ ലേസിൻ്റെ പോലത്തെ നമുക്ക് ബോർഡറുകൾ കൊടുക്കുമ്പം നമുക്ക് ഈ എഡ്ജിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ എഡ്ജിലും നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തു പോകുന്നതായിരിക്കും എളുപ്പം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യാതെ ഈ അറ്റത്ത് ഇതുപോലെ ചെയ്തു പോകുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ ഈ ഡബിൾ ക്രോഷ്യോ ഈ അറ്റം വരെ ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കി ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. നമുക്ക് ഇവിടെ 14 സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് 14 ഫസ്റ്റ് നമ്മൾ 14 സ്റ്റിച്ച് ചെയ്തേക്കുന്ന കാരണം കൊണ്ട് നമുക്ക് 14 ഡബിൾ ക്രോഷ്യോ ഇവിടെ ഉണ്ടാവണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇട്ട 3 ചെയിൻ. സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്തപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് 2 ചെയിൻ ചെയ്തിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഡബിൾ ക്രോഷ്യോയ്ക്ക് നമ്മൾ 3 ചെയിൻ ചെയ്ത് ഇതുപോലെ നമ്മൾ 1 2 3 ചെയിൻ ചെയ്യുന്നു, ഇതുപോലെ ചെയ്യുന്നു. ഇങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നു. ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നു. ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്ന സ്റ്റിച്ച് എപ്പോഴും വിഡ്ത്തുള്ള സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ വിഡ്ത്തുള്ള സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്തു തീരും. ഒരു പ്രൊജക്റ്റിനൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് വളരെ പെട്ടെന്ന് തീരും. ഡബിൾ ക്രോഷ്യോ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സ്റ്റിച്ചുമാണ്, നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്, കൂടുതൽ വർക്കുകളിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റിച്ചും കൂടിയാണ്. പിന്നെ എപ്പോഴും ചെയ്യുമ്പം സ്റ്റിച്ചിൻ്റെ ടെൻഷൻ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. ഇതാണ് ഡബിൾ ക്രോഷ്യോൻ്റെ ഒരു മെത്തേഡ്. ഞാൻ നിങ്ങൾക്ക് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് 2 മെത്തേഡ് കാണിച്ചു തരാം എന്നുള്ളത്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എണ്ണി നോക്കണം. ഈ ഇടുന്ന ചെയിൻ ഒഴിച്ച് 14 സ്റ്റിച്ച് ഉണ്ടോ എന്നുള്ളത് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13. ഇത് നമ്മൾ മാർക്കർ ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ 14ാമത്തെ സ്റ്റിച്ച് ചെയ്യും. പിന്നെ മറ്റേത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ 3 ചെയിൻ ചെയ്ത് നമ്മൾ അടുത്ത ലെയർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ച് അടുത്ത ലെയർ ചെയ്യുക. ഇങ്ങനെ ഒരു 2 ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണാം കേട്ടോ. ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു 2 ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെയിനും കൂടി ഇട്ടിട്ട് ഇത് അങ്ങ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു. ഇങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് മറ്റുള്ള സാധാരണ പ്രൊജക്റ്റുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളപ്പം ഡബിൾ ക്രോഷ്യോ 4 ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചെയിൻ സൈഡിലിട്ടിട്ട് ചെയ്യുന്ന ഈ ഡബിൾ ക്രോഷ്യോ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ എഡ്ജസ് കണ്ടില്ലേ, നമുക്കിങ്ങനെ ഒരു അൺഈവൻ ആയിട്ടാണ് ഇതിൻ്റെ എഡ്ജസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എഡ്ജസ് ഈവൺ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വരുന്നതെന്നുള്ളതാണ്. കണ്ടോ, എഡ്ജസ് ഈവൺ ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് അടുത്തത് നമ്മൾ പോകുന്നത്.
ഇപ്പൊ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, വീട്ടിൽ പല വീഡിയോസും കണ്ടിട്ടായിരിക്കാം, വീട്ടിൽ ചെയ്തിടുന്ന മറ്റേ കോസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം ഏത് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ വീഡിയോസ് കാണിക്കുമ്പോൾ കൂടുതലും അക്രിലിക് ത്രെഡുകൾ വെച്ചിട്ടുള്ളതാണ് കൂടുതലും കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാകാൻ വേണ്ടിയിട്ടും വലിപ്പമുള്ള ത്രെഡുകളിൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. കൂടുതലും നമുക്ക് വീട്ടിൽ കൂടുതലും പേഴ്സണലി യൂസ് ചെയ്യാൻ പറ്റുന്നത് കൂടുതലും കോട്ടൺ ത്രെഡുകളിലാണ് നല്ലത്. അപ്പം ഈ കോസ്റ്റർ ഞാൻ ചെയ്തിരിക്കുന്നത് കോട്ടൺ ത്രെഡാണ്. കോട്ടൺ ത്രെഡ് ഇത് ചെയ്തിരിക്കുന്നത് റീസൈക്കിൾഡ് ഡെനിം യാൺ ആണ് കേട്ടോ. 100% റീസൈക്കിൾഡ് ഡെനിം യാണിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ ലെയർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിൻ്റെ അകത്തുനിന്ന് യാൺ എങ്ങനെയാണ് എടുത്ത് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള യാൺ വലിച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഡെനിം യാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഒരു ഡബിൾ ലെയർ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. അതിനു വേണ്ടി നമുക്കൊരു 2 ഉണ്ട യാണൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതാ ഇതിൻ്റെ പുറത്തുനിന്നുള്ള ഈ ലെയർ ഇങ്ങോട്ട് എടുക്കാറുണ്ട്, ഉള്ളിൽ നിന്നുള്ള ഇതും ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റത്തു നിന്നും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെയും നമുക്ക് ഒരു ഇത് തീരുമ്പോഴാണ് അടുത്ത ഇത് എടുക്കാറുള്ളത്. അങ്ങനെയാണ് എടുത്ത് ഓരോ ഉണ്ട വെച്ചിട്ടാണ് എടുത്ത് തീർത്ത് അങ്ങനെ പുതിയത് എടുക്കാറുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ, അല്ലാണ്ട് ഒരുമിച്ച് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് മേടിച്ച് ഒരുപാട് പൈസയൊന്നും നമുക്ക് അങ്ങനെ കളയണ്ട. പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ ത്രെഡ് എടുത്ത് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിനുള്ള മെത്തേഡുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സൈഡ് ഭാഗം കറക്റ്റാക്കി ചെയ്യുന്ന ഡബിൾ ക്രോഷ്യോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മളുടെ ഫസ്റ്റ് ലെയർ, ഡബിൾ ക്രോഷ്യോന്റെ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തു. നമ്മൾ ഇതിന് ചെയ്ത അതുപോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 പിന്നെ 3 ചെയിൻ നമ്മൾ ഇവിടെ ചെയ്തു. ഇത് ആ ഫസ്റ്റത്തെ നമ്മൾ ചെയ്തില്ല ഇതിനെ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ലെയറിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഒന്നുമില്ല, നമ്മൾ ഈ ഡബിൾ ക്രോഷ്യോ ഉണ്ടല്ലോ അതിൻ്റെ ഹാഫ് ലെങ്ത്തിന് നമ്മൾ ഇത് പിടിച്ചിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ തിരിക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട്, ശ്രദ്ധിക്കുക, യാൺ ഓവർ ചെയ്തിട്ട് ഈ ത്രെഡിനെ നമ്മളൊന്ന് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫസ്റ്റ് ഈ വി ചെയിൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ നീഡിലിനെ ഒന്ന് കയറ്റും. ഒന്ന് യാൺ ഓവർ ചെയ്ത് ഇതിനെ ഒന്ന് വലിച്ചെടുക്കും. എന്നിട്ട് ഇതിന് 3 എണ്ണത്തിനെയും കൂടി ഒന്ന് നമ്മൾ ഹോൾഡ് ചെയ്ത് ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വലിച്ചെടുക്കും. പിന്നെ ഒന്നും കൂടി നമ്മൾ വലിച്ചെടുക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നും കൂടി ചെയ്ത് കാണിക്കാവേ. നമ്മളിവിടെ 3 ചെയിൻ ഇടില്ലേ, അതിന് പകരം നമ്മൾ ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യോ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷ്യോന്റെ ഹാഫ് ലെങ്ത് നമ്മൾ മുകളിലോട്ടൊന്ന് ഈ ത്രെഡിനെ നമ്മളൊന്ന് പിടിക്കുക. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊന്ന് തിരിച്ച് ഒരു യാൺ ഓവർ ചെയ്ത് ഈ ത്രെഡിനെ ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നീഡിലിനെ ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി യാൺ ഓവർ ചെയ്ത് ഒന്ന് പിടിക്കുക. അധികം മുകളിലോട്ട് ഇങ്ങനെ വലിക്കരുത് കേട്ടോ. ഈ ത്രെഡ് ഇവിടെ പിടിച്ച് ഒന്നും കൂടി ഈ ത്രെഡിനെ വലിച്ച് ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് വലിച്ചെടുത്ത് ബാക്കി 2 ത്രെഡാവും ഒന്നും കൂടി വലിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്തതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഇതിൽ കൂടെ തന്നെ അറ്റം വരെ.
അപ്പം ഇതിൻ്റെ ഈ അറ്റത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ചാണ് കിട്ടുക കേട്ടോ. ഇത് നമുക്ക് ഇപ്പുറത്തെ ഭാഗം നമ്മൾ വരുമ്പോൾ ഇത് എങ്ങനെയാണ്, അപ്പം നമുക്ക് ഇവിടെ ഒരു, നിങ്ങൾക്ക് ഇപ്പം തോന്നും നിങ്ങൾക്ക് ഇത് ഈവൺ ആയിട്ട് വന്നിട്ടില്ലല്ലോ എന്ന് തോന്നും. ചെയ്ത് 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 വരുമ്പോൾ ഈവൺ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. സെക്കൻഡ് ലെയറിൽ ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ 14 സ്റ്റിച്ചിൻ്റെ ലെയറാണ് നമ്മൾ മുകളിലോട്ട് ചെയ്ത് ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടേൺ ചെയ്ത ഈ 3 ചെയിനിലില്ലേ, ഇവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ വന്നിട്ട് ഈ 3ാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ എക്സ്ട്രാ ചെയ്യുകയാണ് ചെയ്യുന്നത്. യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ. കണ്ടോ? അതായത് ഈ ഫസ്റ്റ് ചെയ്ത പാറ്റേണിൽ നമ്മൾ ഈ 3 ചെയിനിനെ നമ്മളൊരു ഡബിൾ ക്രോഷ്യോ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ പാറ്റേണിൽ നമ്മളതൊരു ഡബിൾ ക്രോഷ്യോ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഡബിൾ ക്രോഷ്യോ ആയിട്ട് കൗണ്ട് ചെയ്താലേ നമുക്ക് ഇവിടെ കറക്റ്റ് ആ ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് എഡ്ജിൽ നമുക്ക് കറക്റ്റായിട്ട് വരുവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. എന്നാലേ നമുക്ക് ഇവിടെ ആ എഡ്ജ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മളിതാ ഇങ്ങനെ അതിനെ കറക്റ്റാക്കി നമ്മളെടുത്തു. ഇതിനെ തിരിച്ചു, യാണോ ഇത് ചെയ്തു, ഇതിനിവിടെ ഹോൾഡ് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെടുത്തെടുത്തു, ഇതാ ഇങ്ങനെ വലിച്ചെടുത്തു, ടൈറ്റാക്കി ഇവിടെ പിടിച്ചു, ഒന്ന് വലിച്ചു. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം നമ്മൾ വലിച്ചെടുക്കണം. എന്നോ പിന്നെ നമ്മൾ അടുത്ത 2 എണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കണം. ഓക്കെ. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇതിലെല്ലാം ഡബിൾ ക്രോഷ്യോ ചെയ്ത് വിടണം. ഇങ്ങനെ ഈ എഡ്ജ് വരെ നമ്മൾ ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഡബിൾ ക്രോഷ്യോൻ്റെ ലെയറുകൾ നമ്മൾ ചെയ്തതിനെ കഴിഞ്ഞും വ്യത്യാസമുണ്ട്. ഈ എഡ്ജ് ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന ഈ പാറ്റേണിൽ ഇതിൻ്റെ ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലെയറിങ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഇവിടെ 3 ചെയിൻ ചെയ്ത് നമ്മൾ സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഹാഫ് ലെങ്ത്തിൽ ചെയ്ത് നമ്മൾ ഇതിന് ടേൺ ചെയ്തൊക്കെ ചെയ്ത് നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ എഡ്ജ് ചെയ്യുന്നില്ലേ, അതുപോലെയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യോ ഒക്കെ ചെയ്ത് ഈ എഡ്ജിങ് വരെ ചെയ്ത് നമ്മളിവിടെ വരെ എത്തി കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ടേൺ ചെയ്ത് ഇവിടെ ഇടുന്ന ഈ 3 ചെയിനിലും കൂടി ഒരു എക്സ്ട്രാ ഒരു ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് ഇതിൽ നമ്മൾ 14 ഡബിൾ ക്രോഷ്യോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ 15 ഡബിൾ ക്രോഷ്യോ ചെയ്യണം. എന്നാലേ നമുക്ക് ഈ എഡ്ജ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ എഡ്ജ് ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മളിവിടെ ടേൺ ചെയ്ത് ഇടുന്ന 1 2 3 നമ്മളിവിടെ ടേൺ ചെയ്തിടുന്ന 1 2 3 4 5 6 7 8 9 10 11 12 13 14. പിന്നെ ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടി വേണം. അത് എപ്പോഴും ഓർത്തോണം. ഇവിടെ നമുക്ക് ഒന്നും കൂടി വേണം. 15 സ്റ്റിച്ച് എന്തായാലും വേണം. എന്നാലേ നമുക്ക് ഈ എഡ്ജ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അത് എപ്പോഴും ഓർത്തോണം. ഈ 15ാമത്തെ സ്റ്റിച്ച് എവിടെ ഇടും? കണ്ടോ? ഈ 15 ഇനി നിങ്ങൾ എവിടെയാണ്? ഇവിടെ നിങ്ങൾക്ക് ചെയിൻ ഉണ്ടോ? ചെയിൻ ഉണ്ട്. അപ്പം ഈ 15ാമത്തെ സ്റ്റിച്ച് എവിടെ ഇടും? ശരിക്കും പറഞ്ഞാൽ ചെയിൻ ഇവിടെയാണ് കിടക്കുന്നത്. ഇത് കണ്ടോ? നിങ്ങൾക്ക് എഡ്ജ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ചെയിൻ ഇവിടെയാണ് കിടക്കുന്നത്. 15ാമത്തെ സ്റ്റിച്ചിൻ്റെ ചെയിൻ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഇവിടെ നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ വന്ന് കിടക്കും. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒപ്പം ചെയ്ത് വിടാനായിട്ട്.
ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വർക്ക് വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതും കൂടി കൂട്ടി നമുക്കിതാ ഇങ്ങനെ ചെയ്ത്, അപ്പോൾ നമുക്കിതാ yarn over ഈ രണ്ട് ഇതിൻ്റെ കൂടെ ഉള്ളിൽ എടുത്തിട്ടിട്ട് നമുക്ക് ചെയ്ത് കണ്ട ഇതിനെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണം. കണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ എടുത്തത്? ഒന്നും കൂടി എടുത്ത് കാണിക്കാവേ. ആ എഡ്ജിലെ ലൂപ്പ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. yarn over ഇതാണ് ശരിക്കും എഡ്ജിൽ വരുന്ന വി സ്റ്റിച്ച് നമുക്ക് എടുക്കേണ്ടത്. അത് എടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ ലൂപ്പ്, ഇവിടെ ലൂസായി കിടക്കുന്ന ഈ ലൂപ്പും കൂടി നമ്മൾ എടുക്കണം. yarn over ഇതിൻ്റെ കൂടെ ഇതും കൂടി എടുക്കണം കേട്ടോ. അപ്പം നമുക്കിതാ ഇങ്ങനെ കിട്ടും. ഇത് സ്ട്രെയിറ്റ് ആവും ആ ലൈൻ. കണ്ടോ? അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് എഡ്ജ് നമുക്ക് അങ്ങനെയാണ് കിട്ടി സ്ട്രെയിറ്റ് എഡ്ജ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റ് എത്ര വലുപ്പം വേണോ അത്രയും വലുപ്പത്തിന് നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പം ഇത് പ്ലസ് ഫസ്റ്റ് ചെയ്യുമ്പം എത്ര ചെയിൻ ആണ് വേണ്ടത് അത് പ്ലസ് 3 ഇടുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെയ്യണതിന് ചെയിൻ അല്ലല്ലോ നമ്മൾ ഇടുന്നത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് പോകുന്നതിന്. അപ്പം അത് നമ്മൾ നോക്കേണ്ട എത്ര നീളത്തിന്. ഇപ്പം നിങ്ങൾ റണ്ണറാണ്, ഇത്ര നീളത്തിലുള്ള റണ്ണറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്ര നീളത്തിലുള്ള റണ്ണർ ചെയ്യുക. ഇനി ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഇതുപോലെയുള്ള ഒരു എന്താണ് പറയുക, ഷോളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇടുക. സ്കാർഫാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എങ്ങനത്തെ പ്രൊജക്റ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പം ഞാനിത് ഫുൾ ഇത് ചെയ്ത് തീർന്നിട്ട് ഇതിൻ്റെ എഡ്ജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇതിപ്പോൾ 1 2 3 4 5 6 ലെയറാണ് ഇതിന് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തിപ്പോൾ 1 2 3 4 5 6 ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ലെങ്ത്തിനും ഇത് വിഡ്ത്തിനുമാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് 2 സ്റ്റിച്ചാണ് ബാലൻസ് ഉള്ളത്. ഇപ്പോൾ ലാസ്റ്റത്തെ 1 ഇത് ലാസ്റ്റത്തെ സ്റ്റിച്ചാണ്. ഇതും ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിച്ചും കൂടി ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഈ ലേസ് പോലത്തെ ഈ ബോളുകളാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉള്ളത്. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്? അപ്പം നമുക്കിതിൻ്റെ ഈ ലാസ്റ്റത്തെ ഈ എഡ്ജ് കറക്റ്റ് അല്ല. അപ്പോൾ നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്കിത് കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഒരു ലെയർ നമുക്ക് സിംഗിൾ ക്രോഷ്യോ ചെയ്ത് വിടണം. അപ്പോൾ നമുക്കിവിടെ ഫൈനൽ ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്കിതിനെ ടേൺ ചെയ്യണം. എന്നിട്ട് എല്ലാ ചെയിനിൽ കൂടി നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യോ ചെയ്ത് വിടണം. ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേലും പിടിച്ച് വേണം നമ്മൾ സിംഗിൾ ക്രോഷ്യോ ചെയ്യാൻ. അപ്പം ഇതിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് നേരെയായിട്ട് നിന്നോളും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ 1 തന്നെ ചെയ്തിട്ട് നമ്മൾ ടേൺ ചെയ്യണം. കണ്ടോ? ഇപ്പം ഇത് കറക്റ്റായി. കണ്ടോ? ഇനിയാണ് നമ്മൾ ഈ സ്റ്റിച്ചുകൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഈ സിംഗിൾ ക്രോഷ്യോ ചെയ്തതിൽ ഈ വി സ്റ്റിച്ചുകളിലാണ്
നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടം വരെയാണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ടേൺ ഒന്നും കൂടി ചെയ്യണം. ഒന്നും കൂടി ചെയ്തിട്ട് ഇവിടെ നമ്മൾ ചെയ്ത് തുടങ്ങണം. അപ്പം ഈ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല, ശ്രദ്ധിക്കുക. ഇതിനെ നമ്മൾ നീഡിലിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇതിൽ കൂടെ വലിച്ചെടുക്കുക. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് അടുത്ത വി സ്റ്റിച്ചിലും നമ്മൾ ഇട്ട് ഒന്നും കൂടി വലിച്ചെടുത്തു സ്ലിപ്പ് സ്റ്റിച്ച്. ഇങ്ങനെ വലിച്ചെടുക്കുന്നതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ഇതിൽ നമ്മൾ 1 2 3 ചെയിൻ ചെയ്യണം. 3 ചെയിൻ ചെയ്തിട്ട് ഈ ആദ്യം ചെയ്ത ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനയിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്യാൻ പോവാണ്. യാൺ ഓവർ ഈ ഫസ്റ്റ് ചെയ്ത ചെയിനിലോട്ട് പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 3 ലൂപ്സ്. കണ്ടോ? ഇപ്പൊ നമുക്ക് ഒരെണ്ണമായി. ഇതിൽ തന്നെ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യോയും കൂടി ചെയ്യും. യാൺ ഓവർ, ഇതേ ചെയിനിൽ തന്നെ പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 3 ലൂപ്സ്. കണ്ടോ? ഒന്നും കൂടി ചെയ്യും. യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 3 ലൂപ്സ്. കണ്ടോ? അതായത് ആ ഒരു ചെയിനിൽ തന്നെ നമ്മൾ 3 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് രണ്ടാമത്തെ ചെയിനിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ആഡ് ചെയ്തേക്കുന്നത്. അവിടോട്ട് നമ്മൾ ഒന്നും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇതിനെ ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ്, ഇങ്ങനെ ഒരു ഇതുപോലെ കിട്ടും. കണ്ടോ? അത് കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ അടുത്ത ഈ വി സ്റ്റിച്ചിലോട്ട് അടുത്ത സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതാ ജോയിൻ ചെയ്യും. കണ്ടോ? പിന്നെ ഇത് നമ്മൾ വിടും. അതായത് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതിലോട്ടും ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്യും. ഇവിടുന്ന് നമ്മൾ 3 ചെയിൻ ഇട്ട് മുകളിലോട്ട് 1 2 3. ഇവിടുന്ന് ഈ ആദ്യം ഇട്ട ചെയിനിലോട്ട് ഇതേപോലെ തന്നെ നമ്മൾ 3 ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്യും. യാൺ ഓവർ, ഈ ഫസ്റ്റ് ചെയിനിലോട്ട് പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 3 ലൂപ്സ്, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 3 ലൂപ്സ്, യാൺ ഓവർ, പിന്നെ നമ്മൾ ഇവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യുന്നത്. അടുത്തതിൽ നമ്മളിതാ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യും. അടുത്തതിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഇവിടെയാണ് 3 ചെയിൻസ് ചെയ്തിട്ട് അടുത്ത ബോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ.
കോസ്റ്റേഴ്സിൻ്റെ അവസാനം വരെ അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ ചെയ്ത് അവസാനിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ ഈ എഡ്ജിൻ്റെ അകത്ത് ലാസ്റ്റ് നമ്മൾ ഈ ഡബിൾ ക്രോഷ്യോ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം ഇതിൻ്റെ എഡ്ജിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോ ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എഡ്ജിലും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോൻ്റെ ലെയർ നമ്മൾ ചെയ്യണം. ചെയ്തിട്ട് വേണം ഇതുപോലെയുള്ള ഈ ബോൾ പോലെയുള്ള ഈ പാറ്റേൺ നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് മറന്നു പോകരുത്. അത് ചെയ്യുമ്പോൾ അത് നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ്യോൻ്റെ ഒരു ലെയർ നമ്മൾ ചെയ്യണം കേട്ടോ. അത് വിട്ടു പോകരുത്. പിന്നെ നമ്മൾ ഈ ചെയ്ത ഈ പാറ്റേൺ ഉണ്ടല്ലോ, നമുക്ക് ഷോളിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ വേറെ ഏതിൻ്റെ അറ്റത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ചെയ്യാനായിട്ട് നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മൾ ഒരു ചെയിൻ്റെ എത്ര ലെങ്ത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ത്രെഡ് നമ്മൾ ചെയിൻസ് എത്ര ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയിൻ ഇടുക. എന്നിട്ട് സിംഗിൾ ക്രോഷ്യോൻ്റെ ഒരു ലെയർ നമ്മൾ അതിൻ്റെ പുറത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ച മാതിരി ഇതുപോലെ ഓരോന്നും ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. നമുക്കിപ്പോൾ നെക്ക് പാറ്റേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നമുക്ക് ഇപ്പം ബോർഡേഴ്സൊക്കെ കൊടുക്കാം. നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പം നമുക്ക് ടോപ്പിൻ്റെ ബോർഡറിലൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ക്രോഷ്യോ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡബിൾ ക്രോഷ്യോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. 2 വേയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് എനിക്ക് എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് അടുത്ത വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.